അങ്ങനെ നാളെയാണ് പെരുന്നാൾ. ഓൾറെഡി കൺഫേം ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ മൂത്താപ്പാരെയും മൂത്തന്മാരെ വീട്ടിലാണ്. ഇതാണ് മൂത്താപ്പ, ഇതാണ് മൂത്താപ്പാര മോൻ. പുള്ളിക്കാരൻ ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ. മൂത്തമ്മ ഇവിടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിയാൻ തുടങ്ങിയിട്ടുണ്ട് നാളത്തെ ബിരിയാണിക്കും ഒക്കെ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ മൂത്തമ്മ, ഇതാണ് മൂത്താപ്പ. ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. പെരുന്നാളാണെങ്കിൽ എന്തായാലും മെഹന്തി അത് നിർബന്ധമാണല്ലോ. അങ്ങനെ എനിക്കും എൻ്റെ ഉമ്മ ഒരു മെഹന്തി മേടിച്ചെന്ന് ഇട്ട് നോക്ക് പറ്റുമോയെന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനും ട്രൈ ചെയ്ത് നോക്കി. വാവ്, എനിക്ക് എന്നെ സ്വന്തമായിട്ട് ഇഷ്ടമായി. ഞാൻ വലിയ ആർട്ടിസ്റ്റൊന്നും അല്ല, എന്നാലും ഞാനും ട്രൈ ചെയ്തു. പിന്നെ എൻ്റെ കഴിവുകൾ എൻ്റെ ഉമ്മാരെ കയ്യിലും ഞാൻ വരച്ച് തീർത്തു. അങ്ങനെ മെഹന്തിയൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ കടയിലൊക്കെ പോയിട്ടൊക്കെ വന്നു. പിന്നെ വേറെ കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നു. പുള്ളിക്കാർ നാളത്തെ പെരുന്നാളിനുള്ള ഡ്രസ്സിനെ പറ്റി ഇങ്ങനെയാണ്, ഡ്രസ്സ് ഇങ്ങനെ എടുത്തു, ഇവിടെ നിന്ന് എടുത്തു, അങ്ങനെ അതിൻ്റെ കുറേ ചർച്ചകൾ. പിന്നെ എൻ്റെ വേറൊരു കസിൻ വന്നു. പുള്ളിക്കാരനും പുറത്താണ്, അബുദാബിയിലാണ്. എല്ലാവരും പ്രാവശ്യമുണ്ട്, പക്ഷേ എൻ്റെ എത്തായൊക്കെ ഒഴിച്ച്. പിന്നെ അവിടെ നിന്ന് മാങ്ങയൊക്കെ കിട്ടി. കുറേ നാളായി നല്ല പഴുത്ത നാടൻ മാങ്ങ കഴിച്ചിട്ട്. പിന്നെ വീട്ടിലോട്ട് വന്നതിന് ശേഷം അടുത്ത കസിനും മാമിയും ഒക്കെ ആയിട്ട് വന്നു. രാത്രി 12:30 എത്തിയത് വീട്ടിൽ. ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു രാവിലെ ആയി. പെരുന്നാളിൻ്റെ രാവിലത്തെ ദിവസം എന്ന് പറയണം ഭയങ്കര പീസ്ഫുള്ളാണ്. പള്ളിയിൽ ആ ഒരു സലാത്തും ദിക്കറും കേട്ടെണീക്കുമ്പോൾ പിന്നെ ഞാൻ എണീറ്റ് വന്നപ്പോൾ എൻ്റെ ഉമ്മയുടെ ഹാളിൽ നിന്ന് നിസ്കരിക്കുമായിരുന്നു. അതും കണ്ടാണ് ഇന്നെൻ്റെ യാത്രയല്ല എൻ്റെ ദിവസം തുടങ്ങുന്നത്. പിന്നെ നല്ല ചായയൊക്കെ കുടിച്ചു. ഉമ്മാരെ ഒറട്ടിയും ബീഫും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചു. എല്ലാ പെരുന്നാളിനും രാവിലെ മെയിനാണ് ഒറട്ടിയും ബീഫ് കറിയും പിന്നെ ചിക്കൻ ഫ്രൈ. പിന്നെ പള്ളിയിൽ പോയിട്ട് കസിൻസൊക്കെ ഓരോരുത്തരായിട്ട് വീട്ടിൽ വരാൻ തുടങ്ങി. ഓരോരുത്തർ വരുന്നു പോകുന്നു. പിന്നെ ഇവന് ഭയങ്കര ഇഷ്ടമാണ് വ്ളോഗ് എടുക്കാൻ, അവനും കൂടെ കാണും. പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. കുറച്ച് എസ്തറ്റിക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അതിനുശേഷം നേരെ കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ പോയി. ഇതെൻ്റെ വേറൊരു കസിൻ്റെ വീട്ടിലാണ് വന്നത്. പിന്നെ ആളുടെ മക്കളൊക്കെ ആയിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നു. ട്വിൻസാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഇവരിപ്പോൾ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ അവരുമായിട്ട് കുറേ നേരം കളിപ്പിച്ച് നിന്നു. പിന്നെ എല്ലാവരുമായിട്ട് കുറേ കഥകളൊക്കെ പറഞ്ഞു. അറിയാമല്ലോ പെരുന്നാളിന് എല്ലാവരും വീട്ടിൽ വന്ന് അങ്ങനത്തെ കുറേ നല്ല നല്ല മൊമെൻറ്റ്സ്. പിന്നെ ഫോട്ടോഷൂട്ടായി, മക്കളുടെ ഫോട്ടോസും എടുത്തു. പിന്നെ അടുത്ത മൂത്തന്മാരെ വീട്ടിലോട്ട് പോവാണ്. ഇന്നലെ നമ്മൾ രാത്രി നിന്ന് ആ വീട്ടിൽ തന്നെയാണ് പോകുന്നത്. മൂത്താപ്പായി പോയി കാണണം പെരുന്നാളായിട്ട്. അവിടെ മക്കളൊക്കെ ആയിട്ട് ചെന്ന് എല്ലാവരെയും കണ്ട് ഈദ് മുബാറക്ക് പറഞ്ഞ്. പിന്നെ അവിടെ ഇഷ്ടം പോലെ മാങ്ങയൊക്കെ ഉണ്ട്. എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നാട്ടിലെ മാങ്ങ. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വന്നപ്പോൾ എൻ്റെ ഉമ്മായും മൂത്തമ്മയൊക്കെ ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് റെഡിയായി ഉച്ചയായപ്പോഴത്തേക്കും. അങ്ങനെ എൻ്റെ ഉമ്മാർ നല്ലൊരു ബിരിയാണി, ഈദ് ബിരിയാണിയൊക്കെ കഴിച്ചു. കുറേ നാളായി, 2 വർഷമായി ഞാൻ വീട്ടിൽ നിന്ന് പെരുന്നാൾ കൂടിയിട്ട്. അതിനെനിക്ക് ഇപ്രാവശ്യം ഭാഗ്യം കിട്ടി, മാഷാ അല്ലാ. അങ്ങനെ ഉമ്മാരെ ബിരിയാണിയൊക്കെ കഴിച്ചു സംതൃപ്തിയായി. വീട്ടിലെ ബിരിയാണി എന്ന് പറയുന്നത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അത് എത്ര കടയിൽ പോയാലും എനിക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഐസ്ക്രീമൊക്കെ എൻ്റെ കസിനൊക്കെ മേടിച്ച് തന്ന് അതൊക്കെ കുടിച്ചു. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ പറഞ്ഞ് കണ്ട് കഥകളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ തിരിച്ചു പോകുന്ന കാര്യം പറയുമ്പോഴത്തേക്കും ഉമ്മക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അത് ആസ് യൂഷ്വൽ എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ വൈകിട്ടായപ്പോൾ വീണ്ടും കസിൻസൊക്കെ എത്തി, ചായയൊക്കെ കുടിച്ച് കഥകളൊക്കെ പറഞ്ഞു. മാമിയുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു. പിന്നെ വെളിയിൽ വന്നപ്പോൾ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേത് ചെടിയെന്നും പറഞ്ഞ് എൻ്റെ കസിൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ തന്നെ അവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഏത് ചെടിയാണെന്ന് നോക്കുമായിരുന്നു. നല്ല മണമുള്ള പൂവായിരുന്നു, അതുകൊണ്ടായിരിക്കും. അങ്ങനെ അവരൊക്കെ പുറത്ത് പോയി. പിന്നെ നമ്മളും പുറത്ത് പോയി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പെരുന്നാളാണ്ട് നല്ല തിരക്കുണ്ടാവുമെന്ന്, കടകളിലായാലും പുറത്തായാലും. പക്ഷേ റോഡൊക്കെ നല്ല കാലിയായിട്ടാണ് കിടക്കുമായിരുന്നത്. എന്ത് പറ്റിയെന്നറിയില്ല, എല്ലാവരും വീട്ടിൽ ബിരിയാണിയും കഴിച്ച് കിടപ്പുണ്ടായിരിക്കും. ഫുൾ കാം ആൻഡ് ക്വയറ്റായിരുന്നു പ്രാവശ്യം. എന്ത് പറ്റിയെന്നറിയില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. കുറേ നാളുകൾക്ക് ശേഷം പെരുന്നാൾ വീട്ടിൽ കൂടി എൻ്റെ സന്തോഷമാണ് എനിക്ക്. സോ ഇതുപോലുള്ള കുഞ്ഞു വ്ളോഗായിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും ബൈ. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല.